ഞാൻ പ്രീതിദാസ്. കഴിഞ്ഞ 2 വർഷമായി ഈ ജുവനൈൽ ഹോമിലെ തടവ് പുള്ളിയാണ്. പക്ഷേ എനിക്കിവിടെ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. കാരണം 17-കാരിയായ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ജയിലിൽ നിന്ന് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന തടവ് പുള്ളി. എന്തൊരു വിരോധാഭാസം അല്ലേ? മറ്റു 2 സന്തോഷ വാർത്തകൾ കൂടിയുണ്ട് കേട്ടോ. അതിലൊന്ന്, ഞാൻ ഇവിടുന്ന് നാളെ ശിക്ഷ കഴിഞ്ഞിറങ്ങുകയാണ്. രണ്ടാമത്തേത്, ഇല്ല അത് ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. അയ്യോ, ഞാനാണത് ചെയ്തത്, ഞാനാണ്. അമ്മേ, പ്രീതിയെ വിടാൻ പറ. എന്താ മോനെ, എന്താ? എത്ര കാലമായി ഈശ്വര എൻ്റെ മോൻ? ഞാൻ പ്രീതിയെ സ്വപ്നം കണ്ടമ്മ. അവൾ മരിക്കാൻ ഞാനാണ് കാരണം. എന്താ മോനെ ഇത്? എത്ര കാലമായി നീ നശിച്ച ഓർമ്മകളുമായി? ഇച്ചിരി വെള്ളം കുടിക്കുക. മോനെ, അവൾ മരിച്ചിട്ടില്ല. അവൾ ജുവനൈൽ ഹോമിലല്ലേ? ശനിയാഴ്ച അവളുടെ പുസ്തക പ്രകാശനല്ലേ? സാരമില്ലടാ, പ്രീതി നാളെ ജുവനൈൽ ഹോം വിടുകയല്ലേ, അത് നീ മറന്നോ? നീ കഴിഞ്ഞ മാസം അവളെ പോയി കണ്ടതല്ലേ? അവൾ മിടുക്കിയായില്ലേ? മോട്ടിവേഷൻ സ്പീക്കറായിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയത് നീ കണ്ടതല്ലേ? സാരമില്ല, മോൻ പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. മാർക്ക്. ഇതെന്തെത്ര പറഞ്ഞിട്ടാണ്? രാഹുൽ, മാർക്ക്. എന്താ നിന്റെ പ്രശ്നം? അടിക്കടി താഴോട്ടാണല്ലോ. ഇവിടെ നിൽക്ക. പ്രീതിയുടെ പ്രീതി എന്തായിട്ട്? വെറും 8 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം കുട്ടിയല്ലേ നീ? പ്രസംഗത്തിന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയതൊക്കെ മറന്നോ? ഓർമ്മയുണ്ടോ? ഇപ്പതാ എല്ലാ വിഷയത്തിലും തോറ്റിരിക്കും. മാർഗോവിലെ പേരിൽ അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ കുറച്ചുപേരെ സംഘമായി പല സ്ഥലത്തും കാണുന്നത്. രാഹുലേ, സൂക്ഷിച്ച്.
അമ്മേ 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 എന്താ എന്താ മോളെ? ഇതെന്ത് കൊലാ മോളെ? എനിക്ക് 1000 രൂപ വേണം സ്കൂളിൽ കൊടുക്കാൻ. 1000 രൂപയോ? എന്തിന്? ആവശ്യം പറ. ആവശ്യം അറിഞ്ഞാലേ പൈസ തരൂ. കാര്യം അറിഞ്ഞിട്ടേ പൈസ തരുള്ളൂ. നീ ഇത് പിടിച്ച തരണ്ടേ, ഞാൻ എടുത്തോളൂ. കുട്ടിക്ക് എന്ത് പറ്റി? ഇന്ന് അവർ സ്റ്റെഫ് കൊണ്ടുവന്നില്ലേ, നിന്നെ ഞാൻ കൊല്ലരാക്കലേ. പിന്നെ 500 ഉലുവയുമായി വന്നിട്ട് സ്റ്റെഫ് 1000 കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? പിന്നെ പൈസ ഇവിടെ കെട്ടി വെച്ചേക്കുന്നില്ലേ, നീ അവന്മാരെ വിളിച്ചു വരാൻ പറ. നീയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഞാനോ? ഞാൻ നിനക്ക് 2-3 തവണ ഫ്രീ ആയല്ലേ തന്നത്? അതിനുശേഷം നിനക്ക് എത്ര തവണ പൈസ തന്നടാ? എനിക്കിന്ന് കിട്ടിയേ തീരൂ. പ്ലീസ് വഴക്കുണ്ടാക്കല്ലേ, എനിക്ക് പേടിയാവുന്നടാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. പൈസ എടുക്കും, സമയമില്ല. 2000 രൂപ വേണം. 2000 രൂപ. ആയതിനാൽ പ്രതിയുടെ പ്രായം പരിഗണിച്ചും ഇതിനു മുൻപിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതിനാലും ബോധപൂർവമല്ലാത്ത നരഹത്യയാണെന്ന് ബോധ്യപ്പെട്ടതിനാലും വിദ്യാർത്ഥിയാണെന്ന പരിഗണനയും, എന്നാൽ മനഃപൂർവ്വമല്ലെങ്കിലും പ്രതിയുടെ കൈകൊണ്ട് മരണം സംഭവിച്ചിട്ടുള്ളതിനാൽ ശിക്ഷ ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്തതിനാലും 2 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു. ഇക്കാലയളവിൽ പ്രതിയെ കോടതി പരിധിയിലുള്ള ജുവനൈൽ ഹോമിൽ പാർപ്പിക്കേണ്ടതുമാണ്. ഈ പുസ്തകം എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. എൻ്റെ ജയിൽ ജീവിതത്തിൻ്റെ കാരണം താനാണെന്ന് കരുതി സമചിത്തത നഷ്ടപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുൽ. മയക്കുമരുന്നിലൂടെ ഞാൻ തന്നെ തല്ലി തകർത്തതാണ് എൻ്റെ ജീവിതം എന്നെനിക്കിന്ന് ബോധ്യമുണ്ട്. മറ്റാരും അതിനുത്തരവാദിയല്ല. മറ്റൊരു സന്തോഷവാർത്ത പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എന്നെ ജയിലിൽ 2 വർഷം സ്നേഹപൂർവ്വം കാത്തുപരിപാലിച്ച ജയിൽ ജീവനക്കാരിയാണ്. ഞാൻ അനാഥമാക്കിയ കാർത്തിക്കിൻ്റെ അമ്മയ്ക്ക് ഈ മകളുടെ സമർപ്പണം.